ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഫലൂഡ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫലൂഡ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ നീളമുള്ള ഒരു ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ആഡ് ചെയ്യാൻ പോണത് കസ്കസാണ്. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിള്, തണ്ണിമത്തൻ, കിവി, അനാർ ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അടുത്ത ലെയറായിട്ട് നമുക്ക് സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ട്യൂട്ടി ഫ്രൂട്ടിയാണ്. പിന്നെ നമ്മുടെ ബദാം, പിസ്ത, കാഷ്നട്ടൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടുത്ത ലെയറായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നല്ല തണുത്ത പാലെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ഓരോ ലെയർ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും ഫ്രൂട്ട്സും നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഐസ്ക്രീമാണ് കൊടുക്കണത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് സ്ട്രോബെറിയുടെ ഐസ്ക്രീമാണ്. അപ്പോൾ അത് 2 സ്പൂൺ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ട്യൂട്ടി ഫ്രൂട്ടിയും നട്ട്സ് അങ്ങനത്തെ ഒക്കെ അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് വിതറി കൊടുക്കാം. അങ്ങനെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് നമ്മുടെ ഫലൂഡ ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല രസമുണ്ട് നമ്മുടെ ഫലൂഡയുടെ ലെയേഴ്സൊക്കെ കാണാനായിട്ട്. ഈസിയാണ് എന്തായാലും വീട്ടിലുണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.